കേരളത്തിലെ ആദ്യകാലത്ത് സ്ഥാപിച്ച റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. 1840 ബ്രിട്ടീഷുകാർ നിലമ്പൂരിൽ തേക്ക് പ്ലാന്റേഷൻ ആരംഭിക്കുകയും തേക്ക് പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് പല വസ്തുക്കൾ കൊണ്ടുപോകുവാനും തടികൾ കൊണ്ടുപോകാനും എല്ലാം ഷൊർണൂരിൽ നിന്നും അങ്ങാടിപ്പുറം വരെയും പിന്നീട് അങ്ങാടിപ്പുറത്തു നിന്നും വാണിയമ്പലം വരെയും 1927 ഒക്ടോബർ 26 ഷൊർണൂരിൽ നിന്നും നിലമ്പൂർ വരെയും എത്തുന്ന റെയിൽപാത പൂർണ്ണമായും പ്രവർത്തനം ആരംഭിച്ചു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് മറ്റ് പല റെയിൽവേ ലൈനുകൾ അഴിച്ചെടുത്തോടൊപ്പം ഷൊർണൂർ ലൈനും അഴിച്ച് എടുത്ത് യുദ്ധ ആവശ്യങ്ങൾക്കായി ബ്രിട്ടീഷുകാർ മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ 1941 നിലമ്പൂർ ലൈൻ പൂർണ്ണമായും നിർത്തലാക്കി. പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുകയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം പൊതുജനങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്ത്യൻ റെയിൽവേ ഷൊർണൂർ നിലമ്പൂർ ലൈൻ പുനഃസ്ഥാപിക്കുവാൻ തീരുമാനിച്ചു. പഴയ ലൈൻ പോയ റൂട്ടിൽ തന്നെ ആണ് പുതിയ റെയിൽവേ ലൈൻ സ്ഥാപിച്ചത്. മലപ്പുറം ജില്ലയുടെ സൈഡിൽ കൂടി പോകുന്ന നിലമ്പൂർ ലൈൻ കുന്തിപ്പുഴ, വെള്ളിയാർ, ഒലിപ്പുഴ, കുതിരപ്പുഴ തുടങ്ങിയ പുഴകൾ ക്രോസ് ചെയ്താണ് പോകുന്നത്. നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്കുള്ള ട്രെയിൻ യാത്രയുടെ ഏറ്റവും വലിയ ആകർഷണം ട്രെയിൻ പോകുന്ന വഴിയുള്ള തേക്ക് പ്ലാന്റേഷനും വനങ്ങളും പുഴകളും ഒക്കെ മനോഹരമായ കാഴ്ചയാണ്. പല ടണലുകളും പാലങ്ങളും കടന്നാണ് ഈ റെയിൽവേ ലൈൻ പോകുന്നത്. തീർത്തും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണിത്. 100 വർഷം പഴക്കമുള്ള സ്റ്റീം എഞ്ചിൻ ഘടിപ്പിച്ച ട്രെയിനുകൾ നിലമ്പൂർ യാത്രയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ചാലിയാർ പുഴയുടെ തീരത്ത് ഒരു പാലത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വാണിയമ്പലം എന്ന റെയിൽവേ സ്റ്റേഷൻ ഈ റൂട്ടിലെ ഒരു അത്ഭുത കാഴ്ചയാണ്. ഇന്ത്യയിലെ തന്നെ നീളം കുറഞ്ഞ ബ്രോഡ് ഗേജ് റെയിൽ പാതകളിൽ ഒന്നായ ഷൊർണൂർ നിലമ്പൂർ ഇലക്ട്രിഫൈഡ് സിംഗിൾ ലൈനിൻ്റെ നീളം 66 കിലോമീറ്റർ മാത്രമാണ്. പിന്നീട് അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ഭാഗമായി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അപ്ഗ്രേഡ് ചെയ്യുവാൻ തീരുമാനിച്ചു. ഇപ്പോൾ ദ്രുതഗതിയിൽ അപ്ഗ്രേഡിംഗ് പണികൾ നടക്കുകയാണ്. പുതിയ പ്ലാറ്റ്ഫോമുകളും വെയിറ്റിംഗ് ഏരിയകളും യാത്രക്കാർക്ക് ആവശ്യമുള്ള മറ്റ് സൗകര്യങ്ങളുമെല്ലാം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് കരുതപ്പെടുന്നത്. അതോടെ പുതിയ ട്രെയിനുകൾ നിലമ്പൂർ സ്റ്റേഷനിൽ നിന്നും നിലമ്പൂർ വഴിയും യാത്ര തുടങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നു.